തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ LDF നേതൃയോഗം ഇന്ന് ചേരുകയാണ്. ഭരണവിരുദ്ധ വികാരമില്ല എന്ന CPM നിലപാട് CPI മഹാമനസ്കതയോടെ തള്ളിക്കളഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദവും തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി എന്നാണ് CPI ഇപ്പോൾ വിലയിരുത്തുന്നത്. സിൽവർ ലൈൻ പദ്ധതിക്ക് ബദലായുള്ള റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം സംബന്ധിച്ചും ചർച്ച ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. MG പ്രതീക്ഷ തലസ്ഥാനത്ത് നിന്ന് ചേരുന്നു വിവരങ്ങളുമായി. പ്രതീക്ഷ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് പ്രതീക്ഷ ഇന്ന്? കാരണം ഭരണവിരുദ്ധ വികാരമില്ല എന്ന് സ്ഥാപിക്കുകയാണെങ്കിൽ CPI പറയുന്ന നിലപാട് തെറ്റാണെന്ന് പറയേണ്ടി വരും. ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് സ്ഥാപിച്ചാൽ മുഖ്യമന്ത്രിയുടെ ഭരണം, മന്ത്രിസഭയുടെ ഭരണം ശരിയല്ല എന്ന് പറയേണ്ടി വരും. ഇതിനിടയിലാണ് കാര്യങ്ങൾ. പറയും. SKN തീർച്ചയായും തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷമുള്ള നിർണായകമായ യോഗമാണ് ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുന്നത്. അതിൽ ഈ തിരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണം ഭരണവിരുദ്ധ വികാരമെന്ന അഭിപ്രായം CPIക്കുണ്ട്. പക്ഷേ അതിൽ നിന്ന് വിരുദ്ധമായ അഭിപ്രായമാണ് CPMനുള്ളത്. അങ്ങനെ രണ്ട് ഭിന്ന അഭിപ്രായം ഈ തിരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് LDF യോഗം തിരുവനന്തപുരത്ത് ചേരുന്നത്. ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല എന്ന് ഇന്നലെ ചേർന്ന CPM നേതൃയോഗം വിലയിരുത്തിയിരുന്നു. ഈ പരാജയം ഉണ്ടായെങ്കിൽ പോലും അടിത്തറ ഭദ്രം എന്നതാണ് CPMന്റെ നിലപാട്. ഒപ്പം മറ്റ് ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടില്ല, അക്കാര്യം ഇപ്പോൾ പറയാൻ കഴിയില്ല എന്നുള്ള നിലപാടുകളൊക്കെ തന്നെയായിരുന്നു CPM സ്വീകരിച്ചത്. പക്ഷേ ഇന്നലെ ചേർന്ന CPI നിർവാഹക സമിതി യോഗത്തിൽ വലിയ വിമർശനമാണ് സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ ഉയർന്നിട്ടുള്ളത്. ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ട്, ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു എന്നതാണ് CPI യോഗത്തിൽ നേതാക്കൾ ഉൾപ്പെടെ ഉയർത്തിയിട്ടുള്ള കാര്യം. ഒപ്പം ഈ ന്യൂനപക്ഷ വോട്ടുകൾ ചോർന്നിട്ടില്ല എന്ന് CPIM പറയുമ്പോഴും ഈ ന്യൂനപക്ഷ വോട്ടുകളിൽ ഏകീകരണം ഉണ്ടായെന്നും അത് UDFന് അനുകൂലമായി എന്നും CPI വിലയിരുത്തിയിട്ടുണ്ട്. ഇക്കാര്യങ്ങളിലടക്കം ഇന്ന് മുന്നണി യോഗത്തിൽ വിശദമായ ചർച്ച നടക്കും. CPI തങ്ങളുടെ നിലപാട് ഈ യോഗത്തെ അറിയിക്കും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഇനി തോൽവി പഠിക്കുന്ന കാര്യത്തിൽ ഏതൊക്കെ തരത്തിലുള്ള തിരുത്തലുകൾ വരുത്തണം എന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇന്ന് ചേരുന്ന മുന്നണി യോഗത്തിൽ ചർച്ചയാകും. ഒപ്പം ഇനി നിയമസഭാ തിരഞ്ഞെടുപ്പിന് വളരെ കുറച്ച് നാളുകളെയുള്ളൂ. അതിനുള്ള തയ്യാറെടുപ്പുകൾ ഈ തോൽവി ഉൾക്കൊണ്ടുകൊണ്ട് ഈ കൂടുതൽ തിരുത്തലുകൾ നടത്തി ഇനി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും LDF യോഗം ചർച്ച ചെയ്യുക. രാവിലെ 10:30ക്കാണ് യോഗം നടക്കുക. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.